പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഓരോരുത്തരെയും കുരിശിലൂടെ ആ ഒരു സ്നേഹത്തിലേക്ക് അടുപ്പിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ സ്വർഗത്തിൻ്റെ കവാടവും ഏണിയുമായിട്ട് കുരിശിനെ മാറ്റിയ പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, സ്വർഗം തുറന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി ഒരു ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരെയും അവൻ അത്രത്തോളം സ്നേഹിച്ചു. നമ്മൾ ഓരോരുത്തരെയും അത്രത്തോളം അവൻ സ്നേഹിച്ചു. ഒരു സ്നേഹത്തിന് അളവോ മാത്സര്യമോ മാറ്റി നിർത്തലോ ഒഴിച്ചുകൂടായ്മയോ ഒന്നുമില്ല. തൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഓരോ പ്രാവശ്യവും കരുണ ചൊരിയുന്നത് അളവിലധികമാണ്. ഒരിക്കൽ പോലും അളവോടുകൂടിയോ അളവിലോ ഒരിക്കൽ പോലും നമ്മൾ ആരെയും സ്നേഹിക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും പല വ്യക്തികളോട് നമ്മൾ പരാതി പറയുന്നത് സ്നേഹം അത് പലപ്പോഴും വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെയല്ല അനിയനെ സ്നേഹിക്കുന്നത്, എന്നെ ചേർത്ത് നിർത്തുന്നത് പോലെയല്ല ചേട്ടനെ നേർത്ത് നിർത്തുന്നത്. അങ്ങനെ പലപ്പോഴും സ്നേഹത്തിൻ്റെ പാരമ്യങ്ങൾ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ളൊരു ഏണിയായിട്ട് ആ കുരിശിനെ അവൻ മാറ്റി. ആ ഒരു കുരിശിനെ അവൻ ഓരോ പ്രാവശ്യം സ്നേഹിക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ അത്രത്തോളം പീഡനങ്ങളും വേദനകളും കടന്നു പോകുമ്പോഴും തമ്പുരാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അടയാളം എന്ന് പറയുന്നത്, ഈ കുരിശിനെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത് നിൻ്റെ ജീവിതത്തിലെ സ്വർഗത്തിലേക്കുള്ളൊരു ഏണിയായിട്ട് മാറ്റപ്പെടുമെന്നുള്ള കാര്യം തമ്പുരാൻ ആവർത്തിക്കുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കുരിശിലേറുക എന്ന് പറയുന്നത് തന്നെ ഒരു കുടുംബത്തിനാണെങ്കിലും ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു സമൂഹത്തിനാണെങ്കിലും അത്രത്തോളം അവഹേളനമായിരുന്നു, വേദനയായിരുന്നു. ഈശോ ആ ഒരു കുരിശിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കുരിശിനെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് അത് പ്രത്യാശയുടെ ഒരു ചിഹ്നമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജീവിതത്തിലും ഇനി മുൻപോട്ട് എന്തെന്നുള്ള ചിന്തയിൽ പലപ്പോഴും നിൽക്കുമ്പോൾ ഒരു കുരിശ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ സുവിശേഷമായിട്ട് മാറുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആ ഒരു വാക്യത്തെ സുവിശേഷകന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും വിളിക്കുന്നത് സുവിശേഷത്തിൻ്റെ സ്പന്ദനമെന്നാണ്, അല്ലെങ്കിൽ ചെറിയ സുവിശേഷമെന്നാണ്. ആ ഒരു സുവിശേഷത്തിൽ എന്തുകൊണ്ട് രക്ഷാകര ചരിത്രം എന്നുള്ള കാര്യവും എന്തുകൊണ്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇത്രത്തോളം സ്നേഹിക്കുന്നുള്ള കാര്യത്തിന് വളരെ വ്യക്തമായിട്ട് തമ്പുരാൻ ഒരു ഉത്തരം തരുന്നുണ്ട്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്തിനാണ്? നിത്യജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കാലഘട്ടത്തിൽ തങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് അവർ പലപ്പോഴും അവരെ തന്നെ വിശേഷിപ്പിക്കുമ്പോഴും, ആ ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നുകൊണ്ട് പലപ്പോഴും ആത്മീയമായ ജീവിതത്തിൽ പുറകോട്ട് പോകുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു ജാള്യതയോടുകൂടി പലപ്പോഴും അവർ പറഞ്ഞു വയ്ക്കുന്ന പല കാര്യങ്ങളുണ്ട്. ആ ഒരു സമയത്താണ് ആരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നുള്ളൊരു ചോദ്യം അവരുടെ മുമ്പിലേക്ക് ഉന്നയിക്കുന്നത്. ലോകത്തെ എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ പോലും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കാനോ തമ്പുരാൻ ഒരിക്കൽ പോലും തയ്യാറാകത്തില്ല. ഓരോ വ്യക്തികളെയും സമൂഹത്തെയും തമ്പുരാൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ആ ഒരു സ്നേഹത്തിനെ പിന്തുടരുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിത്യജീവൻ കരസ്ഥമാക്കാൻ തമ്പുരാൻ അവകാശം കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ മറുപടി എന്തായിരിക്കണം എന്നുള്ള കാര്യം. കാരണം വിശ്വസിക്കുന്ന ഏവനുമാണ് നിത്യജീവനുള്ളത്. ആ ഒരു നിത്യജീവൻ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഒരു മനോബലം എന്ന് പറയുന്നതും അല്ലെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ തമ്പുരാന് കൊടുക്കുന്ന ഒരു മറുപടി എന്നത് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുക എന്നതാണ്. വിശ്വസിക്കുക പലപ്പോഴും സുവിശേഷം പരിശോധിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നത് അവനിൽ പൂർണ്ണമായി നിങ്ങൾ ഓരോരുത്തരും ആശ്രയിക്കുന്നതാണ്. കാരണം ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതെ ഏറ്റവും താഴ്ന്ന രീതിയിൽ, ഏറ്റവും സിമ്പിളായിട്ട് പലപ്പോഴും നമ്മൾ ഒരു വചനഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരാളെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെ ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ എത്രത്തോളം ഞാൻ ആശ്രയിക്കുന്നു എന്നുള്ള കാര്യം വളരെ പ്രകടമാണ്. ഇന്ന് ഇരുവരളിക്കയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവൻ അത്രത്തോളം ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ്. തൻ്റെ ഏകജാതനെ പോലും നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരൊറ്റ കാരണത്തിന് വേണ്ടിയിട്ടാണ്, നിത്യജീവൻ നൽകാൻ വേണ്ടി മാത്രം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടി ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാനെ കിട്ടി എന്നുള്ള കാര്യമാണ്. ആ ഒരു കുരിശിനെ ചേർത്ത് പിടിക്കുമ്പോഴും, അല്ലെങ്കിൽ പീലാത്തോസ് വിധിവാചകം വച്ചിരിക്കുമ്പോഴും ആ ഒരു തിരുവീതി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും ആ കുരിശിനെ നോക്കുമ്പോൾ അത് ആ ഒരു കാലഘട്ടത്തിലും ആ ഒരു സമൂഹത്തിലും അത്രത്തോളം അവരോരോരുത്തരെയും ഒറ്റപ്പെടുത്തുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്തൊരു ചിഹ്നമായിരുന്നു. പക്ഷേ ആ ഒരു പീലാത്തോസ് വിധിവാചകം ഉച്ചരിച്ച് കുരിശിലേറാൻ വേണ്ടി, അല്ലെങ്കിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഈശോ വിധിവാചകം ഉച്ചരിക്കുമ്പോൾ ഈശോ ആദ്യം ചെയ്തത് ആ കുരിശിനെ ചുംബിക്കുന്നതാണ്. കാരണം ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്രത്തോളം പ്രകടമാക്കാവോ അതിൻ്റെ ആദ്യപടി എന്നോണം ആ ഒരു കുരിശിനെ തമ്പുരാൻ ചുംബിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുരിശുകളെ നമ്മൾ ചുംബിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ടോ? കാരണം ആ കുരിശുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവന് മാത്രമല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള ഒരു പൊടിക്കൈ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓരോ പ്രാവശ്യവും തിരിച്ചറിയണം. അന്ന് പീലാത്തോസ് ആ വിധിവാചകം ഉച്ചരിച്ച് അത്രത്തോളം ചുറ്റും കൂടിയിരുന്ന ഓരോ വ്യക്തികളും, കാരണം നമുക്കറിയാം അവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ സമയത്തും തമ്പുരാന് വേണ്ടി ജയ് വിളിച്ചവരും ആർപ്പ് വിളിച്ചവരും അവരെ ജയിക്കട്ടെ എന്ന് ഓശാന പാടിയ വ്യക്തികളുമായിരുന്നു. അല്ലെങ്കിൽ അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടകളും ഒരു അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും ലഭിച്ചവരുമായിരുന്നു. അവരാണ് തമ്പുരാനെതിരെ തിരിയുന്നത്. അവനെ കൊല്ലുക എന്ന ആർപ്പുവിളിയോടുകൂടി ആ ഒരു ജനം മൊത്തം ആർത്തിരുമ്പോഴും ഇന്ന് നമ്മൾ ഓരോരുത്തരും രക്ഷയുടെ ചിഹ്നമായിട്ട് കാണുന്ന ഇരു കുരിശിനെ അവൻ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഈ ഒരു കരുണയുടെ മണിക്കൂറിൽ ഭൂമിയിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിലെ കുരിശിനെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ തമ്പുരാൻ എനിക്ക് തന്ന കുരിശുകൾ ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ടോ? ആ ഒരു സ്നേഹത്തിൽ ഞാൻ എന്നും നിലനിൽക്കുന്നുണ്ടോ? നിത്യജീവൻ കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമല്ല, അതിലുപരി തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. അത് എത്ര തന്നെ സഹിച്ചാലും, എത്ര തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും പ്രകടമായാലും തമ്പുരാൻ ഓരോ പ്രാവശ്യം ആവർത്തിക്കുന്നത്, ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടങ്ങളിലും പലപ്പോഴും നമ്മൾ താരതമ്യങ്ങൾ കൊടുക്കാറുണ്ട്. അവനല്ലെങ്കിൽ അവൾ എന്നെ സ്നേഹിക്കുന്നത് കുറവാണ്, അല്ലെങ്കിൽ അപ്പന് അമ്മയോട്, അല്ലെങ്കിൽ അവരോട് ഇവരോട് എന്നൊക്കെ പറഞ്ഞ പല ബന്ധങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു താരതമ്യം പലപ്പോഴും നമ്മൾ ഉന്നയിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് ഈ സ്നേഹത്തിന് പലപ്പോഴും പല അളവുകളുണ്ടെന്നുള്ള കാര്യമാണ്. അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 വളരെ ഭംഗിയായിട്ട് നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്, അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവർ തിരഞ്ഞെടുപ്പിൽ ലോകത്തിലുള്ള ഓരോ വ്യക്തികളെയും ചേർത്ത് പിടിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെയാണ് തമ്പുരാൻ അനുബോധിക്കുന്നത്, ചേർത്ത് പിടിക്കുന്നത്. ഈ ഒരു നിമിഷം ഭൂമിയിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എത്രത്തോളം അവൻ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട്. എത്രത്തോളം ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഓരോ കൗതാശികമായ ഓരോ സാഹചര്യത്തിലും എത്രത്തോളം അവൻ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇന്ന് ഒരു വാൾത്താരയ്ക്ക് ചുറ്റും നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം.
കാരണം സ്നേഹം പൂർത്തിയാക്കിയ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അന്ന് പീലാത്തോസ് വിധിവാചകം ഉച്ചരിച്ച നിമിഷങ്ങളിൽ തൻ്റെ അത്ഭുതങ്ങളിലും താൻ ചെയ്ത ഓരോ കാര്യങ്ങളിലും കണ്ടുനിന്ന ആ ഒരു ജനക്കൂട്ടത്തോടൊപ്പം, അല്ലെങ്കിൽ താൻ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ ഇങ്ങനെയും സ്നേഹിക്കാമെന്നുള്ള ബോധ്യത്തോടു കൂടിയിരുന്ന ജനക്കൂട്ടം അവനോട് കൊല്ലുക എന്ന് ഓരോരുത്തരും ആർത്തിരിപ്പുന്ന സമയത്താണ് ആ ഒരു കുരിശിനെ അവൻ ചേർത്ത് പിടിക്കുന്നത്. കുരിശിനെ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും കുറഞ്ഞു പോകും. ഓർക്കേണ്ട ഒരു കാര്യം, അത് സ്നേഹമായിരുന്നു. കാരണം ഒരു കവി ഇങ്ങനെ കോറിയിടുന്നുണ്ട്, അന്ന് ആ ഒരു കുരിശിലേക്ക് അവനെ ചേർത്ത് പിടിച്ചത് ആണികളല്ല, അതിലുപരി എന്നോടും നിന്നോടുമുള്ള സ്നേഹത്തെ പ്രതിയാണ്, കരുണയെ പ്രതിയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചറിയേണ്ടത്, ഈ ഒരു സ്നേഹത്തിന് നമ്മൾ പലപ്പോഴും അളവ് കൊടുക്കാൻ നമ്മൾ ആരും കടപ്പെട്ടവരല്ല, ബാധ്യസ്ഥരല്ല. അതിൻ്റെ അപ്പുറത്തോട് തിരിച്ചറിയേണ്ടത്, എന്നെ എൻ്റെ തമ്പുരാൻ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. ആ ഒരു തിരിച്ചറിവോടുകൂടി നമുക്ക് ഓരോ നിമിഷവുമായിരിക്കാം. സുവിശേഷം വളരെ ഭംഗിയായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ഈ ഒരു സുവിശേഷത്തിലെ ഈ ഒരു ഭാഗമാണെങ്കിൽ പോലും യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തേതിനായിട്ട് മാറാൻ കടപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. സ്വർഗത്തിലേക്കുള്ള എൻ്റെ കുറുക്കുവഴി എന്ന് പറയുന്നത്, ഏണി എന്ന് പറയുന്നത് ഈ കുരിശ് തന്നെയാണ്. അന്ന് ആ പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്ന നിമിഷത്തിൽ ജനക്കൂട്ടം അവരെ കൊല്ലുക എന്ന് പറഞ്ഞ് ആർത്തിരുന്ന നിമിഷങ്ങളിൽ കുരിശ് ഇത്രത്തോളം വേദനയോടുകൂടിയുള്ള കാര്യമാണ് തിരിച്ചറിഞ്ഞിട്ട് പോലും നമ്മൾ ഓരോരുത്തരോടുള്ള സ്നേഹത്തെ പ്രതി അവൻ ആ കുരിശിനെ ആശ്ലേഷിച്ചു, ആ ഒരു സ്നേഹത്തെ ആശ്ലേഷിച്ചു. ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എനിക്ക് എന്ത് സഹനങ്ങൾ തന്നാലും അത് അവിടുത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ എനിക്ക് തരുന്ന അവസരമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്കെത്താം. പരാതിയും പരിഭവവും പറയുമ്പോഴും ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു സഹനം തമ്പുരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ കുറച്ചുകൂടി ഭംഗിയായിട്ട് സ്നേഹിക്കാൻ എനിക്ക് തന്ന അവസരമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താം. സ്നേഹമുള്ളവരെ, സ്നേഹം എത്രത്തോളം എന്നുള്ള തിരിച്ചറിവ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് അണയുമ്പോഴും തിരുവോസ്തിയിൽ നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നതാണ്. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. വളരെ പ്രത്യേകമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഒരു തിരുമണിക്കൂറിൽ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും, എല്ലാ അർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. അവിടുത്തെ അനുഗ്രഹം അവരോരോ ജീവിതത്തിലും ഉണ്ടാകുവാനും ആ ഒരു തിരിച്ചറിവോടുകൂടി ആ ഒരു വിശ്വാസത്തോടു കൂടി അവരോരോരുത്തരും ജീവിച്ചു മുന്നേറുവാനും വേണ്ട എല്ലാ കൃപയും അവർക്ക് ഓരോരുത്തർ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുടെ നാഥൻ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളെ തന്നെ തമ്പുരാനെ വിട്ടുകൊടുത്ത താഴ്ന്ന സ്വരത്തിൽ നമുക്ക് സ്തുതിച്ചുകൊണ്ടായിരിക്കാം. യേശുവേ ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും